സാംസങ്ങിൻ്റെ എനിക്ക് പേഴ്സണലി ഏറ്റവും വാല്യൂ ഫോർ മണിയും ഏറ്റവും വർത്ത് ആയിട്ടുള്ളൊരു ഫോണെന്ന് തോന്നിയ ഒരു ഫോണിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോണത്. അതായത് സാംസങ് ഗാലക്സി M17 5G. ഇതിൻ്റെ ഏറ്റവും അവസാനം എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്കും കൂടി ഞാൻ പറയും. അത് ബേസ് ചെയ്തുകൊണ്ട് ഈ ഫോൺ വാങ്ങണോ, നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. സാംസങ് ക്രിയേറ്റേഴ്സിനെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നോ ഷേക്ക് ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഒരു റിയൽ ക്രിയേറ്റർ അപ്ഗ്രേഡ് ആയിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. M17 5G നോക്കിക്കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ ക്യാമറ വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ പല ഫോണിൻ്റെ അകത്തും കിട്ടാത്ത തരത്തിലുള്ള 2.5x ബ്രൈറ്റർ ആയിട്ടുള്ള പിക്ചേഴ്സും 5 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാവൈഡ് ക്യാമറ ഫോർ ലാൻഡ്സ്കേപ്പ്, 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 13 മെഗാ പിക്സലാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ, അതായത് സെൽഫി ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫീസ് എടുക്കാനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീഡിയോ കോൾസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ഇതിൻ്റെ അകത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവർ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു വാപ്പ് എഫക്റ്റ് ഉണ്ടാവും. ഈ വാപ്പ് എഫക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില വീഡിയോസിനകത്ത് വീഡിയോ ഒരുമാതിരി ഇങ്ങനെ ബൗൺസ് ചെയ്യും. എന്നാൽ സാംസങ് ഗാലക്സി M17 5Gക്കകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആയതുകൊണ്ട് തന്നെ ആ ലെൻസ് ഒരു ഷോക്ക് അബ്സോർബറിൽ ഇരിക്കുന്നത് പോലെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾ ഓടിയാലും ചാടിയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റെബിലൈസേഷൻ കിട്ടും. രണ്ടാമത് നമ്മുടെ സാംസങ് വളരെ ഇൻറ്റൻസ് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഡ്യൂറബിലിറ്റി. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് വരുന്ന ഒരേ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. അത് സാംസങ് ഗാലക്സി M17 5G ആണ്. 2x ബെറ്റർ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ് ഈ ഫോൺ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 2 മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ഇപ്പം പൊക്കത്തിൽ നിന്നൊക്കെ ഫോൺ തറയിൽ വീണ് കഴിഞ്ഞാലും അത്യാവശ്യം കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, സ്ക്രാച്ചുകളൊന്നും ഉണ്ടാവില്ല. IP54 റേറ്റിംഗ് ഉള്ളതാണ്. ദാറ്റ് മീൻസ് വെള്ളത്തിലെടുത്ത് മുക്കാനൊന്നും നിൽക്കരുത്. സ്പ്ലാഷസ്, അതായത് വെള്ളം വന്ന് തെറിച്ച് വീണാലോ ഒരു കപ്പിനകത്തുനിന്ന് ഗ്ലാസ് ഓഫ് വെള്ളം വന്ന് വീണ് കഴിഞ്ഞാലൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ബാക്ക് ഓഫ് ദ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ് FRP ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ഒരു പ്ലാസ്റ്റിക് അല്ല, എന്നാൽ പ്ലാസ്റ്റിക്കിനേക്കാളും സോളിഡ് ആണ്. എന്നാൽ ഗ്ലാസിൻ്റെ അത്ര വെയിറ്റും ഉണ്ടാവില്ല, ഗ്ലാസിനേക്കാളും ലൈറ്ററാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഈ OCD ഉള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സ്മഡ്ജ് എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടുകൂടാത്ത കാര്യമാണ്. സാംസങ് അതിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ബാക്കൊക്കെ സ്മഡ്ജ് ഫ്രീ ആണ്. ഫോണിൻ്റെ തിക്നെസ് 7.5 mm ആണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോണെന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. സൂപ്പർ ലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഗ്രിപ്പ്, ഹാൻഡ്സ് ഓൺ ഫീല് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊരു ഭയങ്കര സോളിഡായിട്ട് കയ്യിൽ ഇങ്ങനെ ഫേം ആയിട്ട് ഇരിക്കുമെന്ന് ഫോൺ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സാഫയർ ബ്ലാക്ക് ആൻഡ് മൂൺലൈറ്റ് സിൽവർ എന്ന് പറഞ്ഞിട്ടുള്ള 2 കളേഴ്സിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഒരു ഫോണിൻ്റെ അകത്ത് നിങ്ങൾ എല്ലാ പേരും ശ്രദ്ധിക്കുന്ന കാര്യം ഡിസ്പ്ലേ. 6.7 ഇഞ്ചിൻ്റെ സൂപ്പർ ആമോലെഡ് ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. അതും 90 Hz റിഫ്രഷ് ആയിട്ടാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 1100 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ്, പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ. ഓൺ ആവറേജ് സൺലൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂയിങ് നിങ്ങൾക്ക് കിട്ടും. ടെക്നിക്കലി കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യാൻ, വീഡിയോസ് കാണാൻ, നെറ്റ്ഫ്ലിക്സ് എൻജോയ് ചെയ്യാൻ, ആനിമി കാണാൻ, നിങ്ങളുടെ മൂവീസ് കാണാൻ, ബിഗ് ബോസ് കാണാൻ, ഇതിനെല്ലാം പക്ക ആയിരിക്കും. സ്ക്രീനിന് ഒരു പ്രശ്നമില്ല. നെക്സ്റ്റ് ബിഗ് തിങ്, AI ഫീച്ചേഴ്സ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഏതൊരു ഫോൺ എടുത്തു കഴിഞ്ഞാലും അത് ഡിസൈൻ എലമെൻറ്റ്സും പ്രീമിയംനെസ്സും ബാക്കിയുള്ളതിനേക്കാളും സാംസങ്ങിൻ്റെ കുറേ എക്സ്ട്രാ ആഡ് ഓൺ ഫീച്ചേഴ്സ് ഉണ്ട്. അത് സാംസങ് ഫോണുകളിൽ മാത്രം നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനത്തെ കുറേ AI ഫീച്ചേഴ്സ്, ഉപയോഗമുള്ള AI ഫീച്ചേഴ്സ് അത് കൊടുത്തു തന്നിട്ടുണ്ട്. ഇതിനകത്ത് ജെമിനി ലൈവ് വരുന്നുണ്ട്, സർക്കിൾ ടു സെർച്ച് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ഏതൊരു ഭാഗം ഇങ്ങനെ സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറ്റും. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ജെമിനിയായിട്ട് ചോദിക്കാൻ പറ്റും. മാത്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനോ, ട്രാൻസ്ലേറ്റ് ചെയ്യാനോ, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിലോ ഈസി ആയിട്ട് പറ്റും. പിന്നെ ക്രോസ് ആപ്പ് ഇൻറ്റഗ്രേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഓരോ ആപ്പുകളിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ടാസ്കുകൾ ഫിനിഷ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ഇവൻറ്റ് കണ്ടുപിടിച്ചിട്ട് ആ ഇവൻറ്റിനെ നിങ്ങളുടെ കലണ്ടറിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ്. ടെക്നിക്കലി ഒരു ആപ്പിൽ നിന്നുകൊണ്ട് തന്നെ വേറെ പല ആപ്പിലേക്കുള്ള ടാസ്കുകൾ ലൈവായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും. ഇതൊക്കെയാണ് ടെക്നിക്കലി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള AI ഫീച്ചേഴ്സ്, നമുക്ക് ഉപയോഗമുള്ള AI ഫീച്ചേഴ്സ്. ചുമ്മാ കണ്ടകടജാതി ചവറുകൾ കൊണ്ട് തന്നിട്ട് നമുക്ക് ഒരു കാര്യമില്ല. സാംസങ് ഫോണുകൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവരുടെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആൻഡ് ഇവരുടെ സാംസങ് ഗാലക്സി എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ, സാംസങ് ഗാലക്സി M17 5G 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും 6 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഗ്രേഡ്സും കൊണ്ടുവരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇനി വരാൻ പോകുന്ന 6
ആൻഡ്രോയിഡ് വേർഷൻസ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ആൻഡ് 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ചും ഉണ്ട്. സെക്യൂരിറ്റി പാച്ച് എന്ന് പറയുന്ന സമയത്ത് പലർക്കും മനസ്സിലാവില്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫോൺ വേറൊരു ആൻഡ്രോയിഡിലേക്ക് മാറ്റിയാൽ മാത്രം പോരാ, നിങ്ങളുടെ പ്രൈവസി, നിങ്ങളുടെ സെക്യൂരിറ്റി എല്ലാം കോംപ്രമൈസ് ആവാതെ നോക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റുകൾ ഓരോ സ്മാർട്ട് ഫോൺ മാനുഫാക്ചേഴ്സ് റോൾ ഔട്ട് ചെയ്യും. അപ്പോൾ സാംസങ് 6 വർഷത്തേക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. 6 വർഷം ഡ്യൂറബിൾ ആയിട്ട് ഈ ഒരു ഫോണിനെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് അർത്ഥം. കോളുകൾ ഭയങ്കര ക്വാളിറ്റി ഉണ്ടാകാനായിട്ട് വോയിസ് ഫോക്കസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ കോള് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ആൻഡ് ഈ ഓൺ ഡിവൈസ് വോയിസ് മെയിൽ വരുന്നുണ്ട്. പലരും വോയിസ് മെയിൽ ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. പണ്ട് മുതലേ ഉള്ളൊരു പരിപാടിയാണ്, പക്ഷേ പലരും ഇപ്പോഴാണ് വോയിസ് മെയിലിന് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇൻ ഡിവൈസ് വോയിസ് മെയിൽ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെ ഉപയോഗിക്കാം. ഫൈനലി നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ബാറ്ററി ലൈഫ്. ബാറ്ററി ലൈഫിനെ പറ്റി പറയുന്നതിന് മുന്നേ ഇതിനകത്ത് റൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ മൊത്തത്തിൽ പ്രവർത്തിപ്പിക്കുന്ന പ്രോസസ്സറിനെ പറ്റി പറയണമല്ലോ. എക്സിനോസ് 1330 പ്രോസസ്സറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. 5000 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിനകത്ത് അവർ കൊടുക്കുന്നുണ്ട്. സ്റ്റോറേജ് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് 2 TB വരെ ആക്കാനായിട്ട് പറ്റും. ആൻഡ് സാംസങ് നോക്സ് വോൾട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റാസും സാധനങ്ങളൊക്കെ വോൾട്ടിൽ ആഡ് ചെയ്ത് സേഫായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഔട്ട് ഓഫ് ദ ബോക്സ് സാംസങ് ഗാലക്സി M17 5G ആൻഡ്രോയിഡ് 15 അതുപോലെ തന്നെ One UI 7 നിങ്ങൾക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ഔട്ട് ഓഫ് ദ ബോക്സ്. ഇനി ഞാൻ പറഞ്ഞ ആ ഒരു ഫീഡ്ബാക്ക് ആൻഡ് ഒരു ഫൈനൽ റീക്യാപ്പ് എന്ന് പറയാം. ഒന്നാമത്തത്, സാംസങ് ഗാലക്സി M17 5G എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര ഫ്ലാഷി ഫീച്ചേഴ്സൊക്കെ തന്നിട്ട് നിങ്ങളെ ഭയങ്കര ഓവർവെൽമിങ് ആക്കുന്ന ഒരു ഫോണല്ല. ഇത് നിങ്ങൾക്ക് ഒരു ഡെയിലി ലൈഫിൽ ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്ക് വളരെ സോളിഡ് ആയിട്ടൊരു ഫോൺ വേണം. നിങ്ങൾക്ക് അതിനകത്ത് ഗെയിമൊക്കെ കളിച്ച് വലിയ സംഭവങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റണം, അത്യാവശ്യം നന്നായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റണം, ബാറ്ററി ലൈഫ് ഉണ്ടായിരിക്കണം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ഡിവൈസ് ഫോർ യു. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. OS എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറ, അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ, നല്ല സോളിഡ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി, ഡ്യൂറബിലിറ്റീനെ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ AI ഫീച്ചേഴ്സും അത്യാവശ്യം നല്ല AI ഫീച്ചേഴ്സ്, വെറുതെ ചുമ്മാ AI എന്ന് 40 വട്ടം പറയാതെ കുറച്ച് ജെന്യുവൻലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന AI ഫീച്ചേഴ്സ്. പിന്നെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ്. ഏറ്റവും ഫൈനലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഫോണിനെ ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം അപ്ഡേറ്റ്സ് 6 വർഷത്തേക്ക് സെക്യൂരിറ്റിയും 6 വർഷത്തേക്ക് വേർഷൻ അപ്ഗ്രേഡും കിട്ടുന്നുണ്ട്. ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ഫോൺ പർച്ചേസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആമസോണിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് പർച്ചേസ് ഇറ്റ്. ഓർഡർ ചെയ്യുക. ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ അടുത്ത ഏത് ഫോണ് ഞാൻ റിവ്യൂ ചെയ്യണമെന്നുള്ളതും കൂടി നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നതായിരിക്കും. ബൈ.